വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്നുള്ളത് ആലപ്പുഴയിൽ കാവാലത്താണ്. അപ്പോൾ കാവാലത്ത് ദേ ഇവിടെ കുറേ നെല്ലൊക്കെ നട്ടിങ്ങനെ നെൽപ്പാടങ്ങളൊക്കെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കണേ. നെല്ലൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ എന്താ വന്നേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ഷാപ്പുണ്ട് ഇവിടെ കാവാലത്ത് രാജപുരം ഷാപ്പിൽ എന്താ പറയുക കള്ളു കുടിക്കാൻ വേണ്ടി വന്നേക്കണേണ്. അപ്പോൾ ആ ഒരു ഷാപ്പും അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് ഷാപ്പ്. അപ്പോൾ അതിനൊരു പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഷാപ്പിൽ. അതൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഇതാണ് കേട്ടോ നമ്മൾ ഷാപ്പിലേക്ക് പോകുന്ന വഴിയാണ്. ഇതുവഴി ചെന്ന് അവിടെ ചെല്ലുമ്പോഴേക്കും നമുക്ക് ഷാപ്പ് കാണാം. അവിടെ ചെന്ന് കഴിയുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വഞ്ചിക്ക് വരും. ഇവിടെ ഒരാൾ നിൽക്കുന്ന കണ്ടാൽ മതി, അവർ അന്നേരം അവിടെ നിന്ന് വഞ്ചി എടുത്തിങ്ങ് വരും. കള്ള് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ മാത്രമേ ഈ വഴിയിൽ വന്ന് നിൽക്കാറുള്ളൂ. അതുകൊണ്ട് ആര് വന്ന് നിന്നാലും വഞ്ചിയായിട്ട് ആൾ വരും. ഇവിടെ വഞ്ചികളൊക്കെ കിടക്കണുണ്ടോ? കുറേ വഞ്ചികളൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡിലാണ് ഷാപ്പ്. അതെ, ഈ ഇതിനപ്പുറത്ത് കാണുന്നതാണ് കേട്ടോ രാജപുരം ഷാപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ചെറിയ ചെറിയ വഞ്ചിയിലൊക്കെ ചേട്ടന്മാർ പോകണുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്നാൽ ശരിക്കും വഞ്ചിക്കാർ, അതായത് അവിടുത്തെ ഷാപ്പിൽ നിന്ന് തന്നെയുള്ള വഞ്ചിക്കാർ ഇവിടെ വരും. നമ്മളെ വഞ്ചിക്ക് കൊണ്ടുപോകുക അവരങ്ങോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു പരിചയമുള്ളൊരു നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നേക്കുന്നത്, ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നേക്കണേണ്. അപ്പോൾ അനിയനുണ്ട്, ഫ്രണ്ട് ഇവിടെ ഇല്ല, ദുബായിലാണ്. അപ്പോൾ അനിയനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അനിയൻ നമുക്ക് വഞ്ചിയായിട്ട് ഇപ്പോൾ വരും, ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ സ്വന്തം വഞ്ചിയിലാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് വന്ന് ഇവിടെ നിന്നാലും അവർ ഇങ്ങോട്ട് കൈ കാണിച്ചാൽ മതി ഇവിടെ നിന്ന്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഇവിടെ നിന്ന് കൈ കാട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഷാപ്പിൽ നിന്ന് വഞ്ചിക്കാരൻ ഇവിടെ വന്ന് നമ്മളെ കൊണ്ടുപോകും. അല്ലെങ്കിൽ കള്ള് വേണം എന്ന് പറഞ്ഞാൽ കള്ളുമായിട്ട് ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കള്ളൊക്കെ കുടിക്കാം. അങ്ങനെ അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കൂടുതൽ കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം. ഇതാണ്ടോ ഇവരെല്ലാവരും ഇപ്പം അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കണേണ് ഷാപ്പിലേക്ക്. വഞ്ചി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേണ്. നമ്മുടെ വഞ്ചി വരണുണ്ട് കേട്ടാ. ഈ വഞ്ചിയുടെ പുറകെ വരുന്നത് ഷാപ്പിൽ നിന്നുള്ള വഞ്ചിയാണ് കേട്ടോ. അത് ഇവിടെ ഒരു ഫാമിലി വെയിറ്റ് ചെയ്യാനുണ്ട് വഞ്ചി വരാനായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വരുന്ന വഞ്ചിയാണ് ആ പുറകെ വരുന്നത്. ഇതിപ്പോൾ നമ്മുടെ വഞ്ചി. ഈ വഞ്ചിയിൽ ഇതിലാണ് നമ്മൾ ഷാപ്പിലേക്ക് പോകുന്നത്. വഞ്ചിക്ക് ഷാപ്പിലേക്ക് പോകണം കേട്ടോ. വഞ്ചിയിൽ കയറി ഒരു ഹായ് പറഞ്ഞോ. അപ്പോൾ നമ്മളിപ്പോൾ ഷാപ്പിൻ്റെ മുന്നിലെത്തിയപ്പോൾ വേറൊരു ഫാമിലി അവിടെ നിന്ന് വഞ്ചിക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കേണ്ട. അതുകൂടി കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. അത് ഇവിടെ നിന്ന് എന്താ പറയുക, ഷാപ്പിൽ നിന്ന് വിടുന്ന വഞ്ചിയാണത്. അപ്പോൾ അവരതിനാണ് വരുന്നത്. അവർ ഈ സൈഡിലല്ല, അപ്പുറത്തെങ്ങാണ്ടോ ഒന്ന് എടുക്കാൻ പോകുന്നത്. അതെ, അവിടെ കണ്ട. ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വരാം കേട്ടോ. ഫാമിലി ആയിട്ട് കള്ളുടിക്കാൻ വേണ്ടി തന്നെയാണ്.
അപ്പൊ നമുക്കിനി ഷാപ്പിന്റെ അകത്ത് കയറി കാണാം കേട്ടോ. ഇവിടെ രാജപുരം ഫാമിലി റെസ്റ്റോറന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കള്ള്, മുന്തിരിക്കള്ളുണ്ട്, മുളങ്കള്ളുണ്ട്, പിന്നെ കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അകത്ത് കയറി കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം. അതെ, ഇവിടെ കുക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഫുഡെല്ലാം ഇതിന്റെ അകത്താണ് കുക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് അതിന്റെ അകത്തുമായിട്ട് കുക്ക് ചെയ്യണ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇതാണോ മഞ്ഞക്കുരി? മഞ്ഞക്കുരി, കൊഞ്ച് 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 അതെ. ഇതെല്ലാം നേരത്തെ ചെയ്ത് വെക്കണേണോ? ദയവായിട്ട് ചെയ്യണേ. ചെമ്മീൻ ഇത് എന്തിനെങ്കിലും വേണ്ടി ചെയ്ത് വെച്ചേക്കണേ? ഇനി അരച്ചിട്ട് മിക്സ് ചെയ്യാനുള്ളതാണല്ലേ? ഇതെന്താണ്? പോത്ത് ആണോ? പോത്ത് സ്ലൈസ് ആയിട്ട് കണ്ടിച്ചിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കണേന്നല്ലേ? ഇതിന്റെ താഴെ പോർക്കാണോ? ഇതുണ്ടോ പോത്ത്? ഒരു സ്പെഷ്യൽ സാധനമാണ് പോത്തിന്റെ. അല്ല, പോത്ത് പറ. പോത്തിന്റെ ഇറച്ചി ഇങ്ങനെ സ്ലൈസ് ആയിട്ടായിരിക്കും. ഇതെല്ലാം ഇവിടെ വറുക്കാനായി ഫ്രൈ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ ഇവരിവിടെ പെരട്ടി വെച്ചേക്കണായിട്ട് കാണുന്നത്. പല മീനുകളുണ്ട്. മുകളിലിരിക്കുന്ന പള്ളത്തിയാണ്. ഇവരിവിടെ ചേച്ചി കരിമീനൊക്കെ ക്ലീൻ ചെയ്യാൻ. അപ്പൊ എപ്പോ തുടങ്ങും ചേച്ചി ഇതെല്ലാം ചെയ്യാനായിട്ട്? രാവിലെ 8 മണി. ഇവിടെ ചേച്ചി വെട്ടിക്കഴിഞ്ഞത് ഫ്രൈ ചെയ്യാനായിട്ടുള്ളതല്ലേ ഇത്? അതെ അതെ, ഫ്രൈ ചെയ്യാനായിട്ടുള്ളത്. ഇതാണോ ഗ്രേവി? ഇത് എന്തൊക്കെ കൂട്ടിയിട്ടുള്ളതാണ്? ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, ഉപ്പ്, മഞ്ഞപ്പൊടി, മസാല എല്ലാം ഉണ്ട്. ഇത് ഗ്രേവി ഉണ്ടാക്കുക എല്ലാത്തിനും കൂടെ ഗ്രേവി. എന്നാന്നറിയാം, ഇത് വരാല് പറ്റുന്നതിന്, കരിമീൻ പറ്റുന്നതിന്, പിന്നെ കൊഞ്ച് റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, ഞണ്ട റോസ്റ്റ്, ഇതെല്ലാം ചെയ്യുന്ന ഗ്രേവി ഉണ്ടാക്കിയിട്ടാണ് എനിക്ക്. ഇപ്പൊ അവിടെ ചേച്ചി പെരട്ടിക്കൊള്ളുന്ന കാര്യല്ലേ ഇത്? ഇത് വറക്കാൻ വേണോ? വറുക്കോളാം. ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കണേണല്ലേ? ഇപ്പൊ എന്ത് വറുത്തോണ്ടിരിക്കണം? പള്ളത്തി. അതിപ്പോ ഓർഡർ വന്നിട്ടാണോ വറുക്കണം? വറുത്ത് വെക്കുമല്ലേ? ഒരിടത്ത് വറുക്കുന്നു, ഒരിടത്ത് അരിയുന്നു, ഒരിടത്ത് അരക്കുന്നു. ആകെ ജഗപ്പക വേണം. ചൂടെടുത്തിട്ട് ഇത് ചുമ്മാ ഗ്രേവിയാണോ എല്ലാത്തിന്റെ കൂടെ കൊടുക്കുന്ന? ബീഫ് ഫ്രൈ, കണ്ടോ? കണ്ട് താറാവ് കറി കണ്ടില്ല. താറാവ് കറി, താറാവ് കറിയായിട്ട് വെക്കുന്ന താറാവ് കറി അപ്പത്തിനൊക്കെ ഉള്ളതാണ്. അതെ, പാലപ്പത്തിന് ഞങ്ങളുടെ ഫോട്ടോ കാണണം. ഓക്കെ. ചേട്ടന്റെ പേര്? സജീവ്, പത്തനംതിട്ട. കൊറേ നാളായി ഇവിടെ വന്നിട്ട്? വർഷങ്ങളായി. ഇത് നാടൻ കോഴിക്കറി. ഓക്കെ. കക്ക. ഇതാണ് കക്ക ഫ്രൈ. പിന്നെ കല്ലിമേക്കായ ഫ്രൈ.
കല്ലുമാക്ക ഫ്രൈ. ഇതല്ലേ ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന തന്നെയല്ലേ? അത് നമ്മുടെ ഇവിടുത്തെ കായലിലെ തന്നെയല്ലേ കല്ലുമേക്ക ഫ്രൈ? ഓക്കെ. കൂന്തൽ എന്ന് പറയുന്നത് ഫ്രൈ ആണ്. ആ കൂന്തലെ കഴിച്ചിട്ടുണ്ട്. നാടൻ കോഴിയാണോ? കാട ചേട്ടൻ, കാട ഫ്രൈ. പിന്നെ ഈ ഷാപ്പിന്റെ ബാക്ക് സൈഡിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ നെൽപ്പാടമാണ്, നെൽപ്പാടങ്ങളാണ്. അപ്പോൾ ഇവർ ഇതിനെ പാടം എന്നല്ല ശരിക്കും പറയണത്, കായൽ എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ പാടം. ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാനവിടെ ഇൻട്രോ പറയാനായിട്ട് ഇറങ്ങിയ ഒരു സ്ഥലമില്ല, അതിനൊരു പാടം എന്നാണ് പറയുന്നത്. അതൊരു ഏക്കർ കണക്കിന് സ്ഥലമുള്ളൂ. അപ്പോൾ അതിനെല്ലാം പാടം എന്ന് പറയും. ഇങ്ങനെയുള്ള ഇത്രയും ഹെക്ടർ കണക്കിനുള്ളതിനെ ഇവർ കായൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന പാടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ദൂരെ ഒരു തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ബോർഡറാണത്. ആ ബോർഡർ വരെ ഉണ്ട് ഈ ശരിക്കും ഈ എനിക്ക് പാടം തന്നെ വായിൽ തന്നെ കേട്ടോ. ഈ കൃഷിയെല്ലാം അത്രയും ദൂരം വരെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഹെക്ടർ കണക്കിന് കിടക്കുന്നതിന് കായലെന്നും ഏക്കർ കണക്കിനുള്ള ഇതിനെ പാടങ്ങളെന്നുമാണ് ഇവിടെ പറയുന്നത്. അതെ, നമ്മുടെ രാജപുരം ഫാമിലി റെസ്റ്റോറൻ്റാണ് കുട്ടനാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഷാപ്പാണ് കേട്ടോ. അപ്പോൾ കുറേ ഇവിടുത്തെ ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ് ഈ കൊടുത്തേക്കണം. കപ്പ, അപ്പം, ചപ്പാത്തി, പൊറോട്ട, പിന്നെ വരാൽ, കാരി, കരിമീൻ, വരാൽ ഫ്രൈ, കുറേ ഐറ്റംസ് ഉണ്ട്. കാണാൻ പറ്റണ്ടോ? അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മുന്തിരിക്കള്ളും പിന്നെ കാന്താരിക്കള്ളും മുളങ്കള്ളം എന്നാണ് കേട്ടോ പറയണം. മുളയിലാണ് ഇവരിത് കൊണ്ടുവന്നത്. ഇത് കൊടങ്കള്ള്, മുന്തിരി ഫ്ലേവർ. അപ്പോൾ ഇതെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്, അപ്പം, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. താറാവ് കറി, പിന്നെ വരാല് കറി, പിന്നെ പള്ളത്തി വറുത്തത്, പോത്തുവറ. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണം ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ സ്പടിക സിനിമയിൽ മോഹൻലാൽ പറയണ മുന്തിരിക്കള്ള്. എങ്ങനെയുണ്ട്? സൂപ്പർ. എന്താണ് പൊക്കി പിടിച്ചത്? കൊഴുവ ഫ്രൈ. എങ്ങനെയുണ്ട്? കൊള്ളാം. കുറച്ച് മുമ്പ് നമ്മൾ ഇവിടെ വന്നിറങ്ങിയപ്പോഴേക്കും ഒരു ഫാമിലി വഞ്ചിക്ക് വന്നില്ലേ, അതാണത്. അപ്പോൾ അവരിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കണേണ് ആ കാണുന്നത്. കള്ളൊക്കെ കുടിച്ച് ആദ്യമായിട്ടാണ് മുന്തിരിക്കള്ള് കുടിക്കണേന്ന്. കുറച്ച് ഇപ്പം നമ്മൾ റോസ് കളറിൽ കണ്ടില്ല, അത് മുന്തിരിക്കള്ളാണ് കേട്ടോ. പിള്ളേരൊക്കെ ഹാപ്പിയാണ്, എല്ലാവരും ഫാമിലി ആയിട്ട് ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ട് വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കള്ളൊക്കെ കുടിച്ച് ഫുൾ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു അടിപൊളി ഷാപ്പാണ്. ഇത് കുട്ടനാട് കാവാലത്താണ്. ഇവിടെ MC റോഡിൽ നിന്ന് 12 കിലോമീറ്ററും ഹൈവേയിൽ നിന്ന് 15 കിലോമീറ്ററുമാണുള്ളത് വോയിസ്. അല്ലാതെ ആലപ്പുഴയിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ബോട്ടുണ്ട്, ആ ബോട്ട്, ആ വരുന്ന ബോട്ട്. ആ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ ചെറിയ ചാർജുള്ളൂ, 15 രൂപയുള്ളൂ. നമ്മുടെ സ്റ്റോപ്പ് രാജപുരം ജെട്ടിയിൽ ഇറങ്ങണം. രാജപുരം ജെട്ടി ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ്. പിന്നെ നമ്മുടെ ഇവിടെ എപ്പോഴും ഒരു 50 ഐറ്റമെങ്കിലും ഫുഡ് ഉണ്ടാവും. കൂടുതൽ പുഴയിലെ മീൻ തന്നെയാണ്.
പിന്നെ ഇവിടുന്ന് ജങ്കാർ വഴി വരുമ്പോഴുള്ള വഴി എങ്ങനെ? അവിടെ വഴിയാണെങ്കിൽ ജങ്കാറിൻ്റെ അവിടെ വന്നിട്ട് കാവാല ലിശിയപ്പള്ളി ചോദിച്ചാൽ മതി. അവിടെ വള്ളമുണ്ട്, നമ്മുടെ ഫ്രീ ആണ്, ഫ്രീ സർവീസ് വള്ളമുണ്ട്. വള്ളം ഫ്രീ സർവീസ് ആണോ? അതെ അതെ. ഓഹോ അത് ശരി. അല്ലാതെ കാവാലത്ത് വന്നാലും ഇങ്ങനെ വരാം വരാം. അപ്പോൾ നമ്മുടെ കാവാലത്തെ വിശേഷങ്ങളൊക്കെ തീരണേണ്. അപ്പൊ ഞങ്ങള് ഇന്ന് ഇവിടെ വന്നത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടാണ്. അവിടെയാണ് ഞങ്ങളിപ്പോൾ ഇരിക്കണേട്ടോ. ഫ്രണ്ട് ഇവിടെ ഇല്ല, ദുബായിലാണ്. അപ്പൊ അവരുടെ ഫാമിലിയാണ് ഇത്. അനിയനാണ് ഇരിക്കുന്നത്, അനിയൻ ജോഷി, ജോൺസൺ എന്നാണ് കേട്ടോ ഫ്രണ്ടിന്റെ പേര്. ജോൺസന്റെ അപ്പച്ചനാണ് അനിയൻ ജോഷി. ഇത് അമ്മച്ചി പേര് പറഞ്ഞു സൂസമ്മ. അപ്പച്ചന്റെ പേര് ജോയിച്ചി. അത് ജോഷി. അപ്പൊ ഇവിടുത്തെ കുട്ടികളാണ്, ഇവിടെ അടുത്തൊക്കെ തന്നെയാണ്, ഇവിടുത്തെ റിലേറ്റീവ്സ് ഒക്കെ തന്നെയാണ് ഇത്, ചെറിയ കൊച്ചല്ല. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ തീരണേണ്. പിന്നെ നമ്മൾ ഷാപ്പിൽ പോയത് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ്, ആദ്യമായിട്ട് ഇവിടുത്തെ ഹൗസ് വാമിന് വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള ഒരു ഷാപ്പ് ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞത് തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഷാപ്പിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു യാത്രയും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.